ഇപ്പോൾ മന്ത്രിമാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് കാണാം തത്സമയം. ഡിവൈഡ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ നിശ്ചയിച്ചതിന് പുറമെ ഇന്നൊരു മന്ത്രിതല ഉപസമിതിയെ കൂടി നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് മന്ത്രിതല ഉപസമിതിയുടെ വളരെ അടിയന്തരമായ യോഗം ഇന്നത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവിടെ ചേരുകയുണ്ടായി. ആ ഉപസമിതിയുടെ യോഗത്തെ തുടർന്ന് എല്ലാ ഫോഴ്സിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് പങ്കെടുക്കുന്ന വിധത്തിലുള്ള ഒരു യോഗം കൂടി നമ്മൾ ചേർന്നിരുന്നു. അതിൽ ആർമി ഉണ്ട്, പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, നമ്മുടെ DSC ഉണ്ട്, MEG ഉണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ഒരുപക്ഷെ സമീപ ഭൂതകാലത്തൊന്നും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ എവിടെയും ഇറങ്ങിയിട്ടില്ലാത്ത വിധം 1300-ലേറെ വരുന്ന ഫോഴ്സ് ജോയിൻ്റായി നേതൃത്വം നൽകുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അവരുടെ ടീം ലീഡേഴ്സ് അവരുടെ ആശയങ്ങളൊന്നുകൂടി പങ്കുവെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നാളെ നമ്മൾ തിരിയുകയാണെന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു യോഗം ചേരുകയുണ്ടായത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടും ജീവിച്ചിരിക്കുന്നവർ അതുതന്നെ മുണ്ടക്കൈ പ്രദേശത്ത് പല കേന്ദ്രങ്ങളിലായി സ്കാറ്റേഡായിട്ടും കൂട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ അവരെ പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കുകയും ചളിയിൽ പൂണ്ടു നിൽക്കുന്ന ആളുകളെ തിരയുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്ന് ലഭ്യമായിട്ടുള്ള ചെറിയ സാധ്യതകളും ആളുകളും ഒക്കെ വെച്ച് രാവിലെ ആരംഭിച്ച ഓപ്പറേഷൻ ഉച്ച കഴിയുന്നതോടുകൂടി അതിൻ്റെ ഗതിവേഗം വർദ്ധിച്ചു. വടം കെട്ടിയ ആളുകളെ തിരിച്ചിറക്കി തുടങ്ങി. അതിനുശേഷം ചെറിയ പാലം കയറുകളോടെ കെട്ടി എല്ലാവരും കൂടി തയ്യാറാക്കി. അത് വെച്ച് നമുക്ക് രാത്രി 7:35 ആകുമ്പോഴേക്കും 486 ആളെ ഇക്കരയ്ക്ക് കിടത്താനായി എന്നുള്ളതാണ് അന്ന് നടന്ന ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം മൃതദേഹങ്ങളും ധാരാളമായിട്ട് റിക്കവർ ചെയ്തെടുക്കുന്ന നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെയും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ വെച്ച് വനറാണിയിൽ, അട്ടമലയിലെ മസ്ജിദിൽ, അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയുന്നവരെയും മരങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ വീണ് കിടക്കുന്നവരെയും ചെളിയിൽ പൂണ്ടു നിൽക്കുന്നവരെയും ഒക്കെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം മൃതദേഹങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ദൗത്യമാണ് നിർവഹിച്ചത്. ഈ രണ്ട് ദൗത്യത്തിലും നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന മഴയും കാറ്റും ഒഴികെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മഴയും കാറ്റും മാത്രമല്ല, നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെല്ലുവിളി അപ്പുറത്തേക്ക് നമുക്ക് മിഷനറികൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന പ്രയാസമാണ്. നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മൾ പരിഹരിച്ച് ഇന്ന് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ JCB അടക്കം അക്കരത്ത് എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി നമുക്ക് പൂർത്തീകരിക്കാനായി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഉണ്ടായ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രവർത്തനങ്ങൾ. അതിനുശേഷം ഇപ്പോൾ നാളത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായി ഒറ്റ ദിവസം കൊണ്ട് രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് ആർമിയുടെ നേതൃത്വത്തിൽ ബെയിലി പാലം പൂർണ്ണമായി സജ്ജമായി. അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു. 20 ടണ്ണിന് മുകളിലുള്ള ഭാരം ഉൾപ്പെടെ കടത്തി കൊണ്ടുപോകാൻ പറ്റും എന്ന ആർമിയുടെ ആളുകൾ തന്നെ മേജറിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം കടത്തി മെഡിക്കൽ ടീമിനെ വിട്ടു. അതെല്ലാം പരിശോധിച്ചു. ഇന്ന് ഞാനും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പാലത്തിലൂടെ അപ്പുറത്ത് കിടന്ന് ബെയിലി പാലം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പാലത്തിലൂടെ അപ്പുറത്ത് കിടന്ന് അകത്തുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊന്നും അവസാനമായിട്ട് ഈ പ്രവർത്തനങ്ങളുടെ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അറിയാവുന്നതുപോലെ വല്ലാത്ത കാഴ്ചയാണ്. അപ്പം 3 നിലവാരത്തിലുള്ള പരിശോധനകളാണ് നാളെ നടത്താൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു കേന്ദ്രം ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴ ഏതാണ്ട് 40 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ധാരണ. 40 കിലോമീറ്ററുള്ള ചാലിയാർ പുഴയിൽ 3 ടൈപ്പിലുള്ള റെസ്ക്യൂ പ്രവർത്തനമാണ് നമ്മൾ നടത്തണം എന്നാലോചിക്കുന്നത്. 40 കിലോമീറ്ററിനകത്ത് ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററിനകത്ത് 8 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. ഈ 8 പോലീസ് സ്റ്റേഷൻ്റെയും അതിർത്തിയിലുള്ള പുഴയുടെ ഭാഗങ്ങളിൽ പോലീസും പൂർണ്ണമായി പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ നേരത്തെ പങ്കെടുത്ത് പരിചിതരായിട്ടുള്ള, പുഴ നന്നായിട്ട് അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള തെരച്ചിലാണ് ഒരു പോർഷൻ. രണ്ടാമത്തെ പോർഷൻ, ഇപ്പോൾ ചാലിയാർ പുഴയിൽ ഏതാണ്ട് 12ഓളം ഡെഡ് ബോഡികൾ നേരത്തെ
നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് നാളെയും ആ കാര്യത്തിൽ തുടരും. പക്ഷേ അപ്പോഴുള്ളൊരു പ്രശ്നം, പണ്ട് കഴിഞ്ഞ തവണ ഉള്ള ദിവസങ്ങളിൽ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ മുകളിൽ പൊങ്ങിക്കിടക്കുക എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് താഴത്തോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചുകൊണ്ട് 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായി ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഫോറസ്റ്റും കൂടി പാരലലായി സമാന്തരമായി പൂർണ്ണമായും പുഴയുടെ സൈഡുകൾ, അതിൽ പ്രത്യേകമായ പുഴയ്ക്ക് വളവുകളുള്ള പ്രദേശങ്ങൾ, ബോഡി തങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രദേശങ്ങൾ, ഇതിനൊക്കെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് ആ വിധത്തിലുള്ളൊരു സംവിധാനം കൂടി ആകും. ഇപ്പോൾ ചാലിയാർ പുഴയിൽ 3 തരത്തിലുള്ള സൗകര്യങ്ങൾ നാളെ ഒഴുക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാളെ നമുക്ക് മുണ്ടക്കൈക്ക് അകത്ത് നടക്കുന്ന നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ 6 സോണുകളായിട്ട് തിരിക്കണം എന്നാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊന്ന് അട്ടമല ആറന്മല പ്രദേശമാണ്, 2 ഏറ്റവും കൂടുതൽ അപകടം നടന്ന മുണ്ടക്കൈയാണ്, 3 പുഞ്ചിരിമറ്റാണ്, 4 വില്ലേജ് റോഡാണ്, 5 സ്കൂൾ ഏരിയയാണ്, 6 ഡൗൺ സ്ട്രീമാണ്. ഇങ്ങനെ 6 മേഖലകളായി തിരിച്ച് 6 മേഖലകളിലേക്ക് കൂടി ടോട്ടൽ നമ്മുടെ ഫോഴ്സ് ഏതാണ്ട് 40ഓളം സ്ക്വാഡുകളെ അണിനിരത്തണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ സോണുകളായിട്ട് തിരിച്ചത് 1 അട്ടമല ആറന്മല, 2 മുണ്ടകൈ, 3 പുഞ്ചിരിമറ്റം, 4 വില്ലേജ് റോഡ്, 5 സ്കൂൾ ഏരിയ, 6 ഡൗൺ സ്ട്രീം. ഇങ്ങനെ 6 കേന്ദ്രങ്ങൾ 6 മേഖലകളായി തിരിക്കുകയാണ്. 40ഓളം സ്ക്വാഡുകൾ നമുക്ക് സാധാരണ നിലയിൽ പിന്നെ ഫോഴ്സിന്. നാളത്തെ രക്ഷാദൗത്യം തെരച്ചിൽ എങ്ങനെ ആയിരിക്കുമെന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. ഏറ്റവും ഒടുവിലായി വയനാട് ദുരന്തത്തിൽ 297 എന്നുള്ള മരണസംഖ്യയാണ് നമുക്ക് മുമ്പിലുള്ളത്. മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് തെരച്ചിലിലെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾക്ക് സഹായകമാകാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കവുമായിരുന്നു അത്. സൈന്യത്തിൻ്റെ വാഹനം ബെയിലി പാലത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. പിന്നീട് വാഹനങ്ങൾ നിരനിരയായി അതിലൂടെ പോവുകയും അതിൻ്റെ ഭാരപരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. നാളെ ബെയിലി പാലത്തിലൂടെ കൂടുതൽ സംവിധാനങ്ങൾ മറുകരയിലേക്ക് എത്തിച്ച് അവിടെ തെരച്ചിൽ നടത്തുക, കൂടുതൽ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടി തെരച്ചിൽ നടത്തുക എന്നുള്ള നീക്കത്തിലേക്കായിരിക്കും ദൗത്യസംഘം സൈന്യം കടക്കാൻ പോകുന്നത്. ജീവനോടെ കണ്ടെത്തിയ എല്ലാവരെയും ഇതിനോടകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൈന്യം വിശദീകരിക്കുന്നത്. അപ്പോഴും 200-ലധികം പേരെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. മിസ്സിംഗ് എന്നുള്ളതാണ്. 225ഓളം പേരെക്കുറിച്ചുള്ള വിവരം ഇപ്പോഴുമില്ല. നിലമ്പൂരിലേക്ക് ഇതുവരെ 146 മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. നാളത്തെ രക്ഷാദൗത്യം തെരച്ചിൽ അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിക്കുകയായിരുന്നു. 6 മേഖലകളായി തിരിച്ച് നാളെ അവിടെ തെരച്ചിൽ നടക്കാൻ പോകുന്നു. 3 ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി നാളെ കൂടുതൽ യന്ത്ര സാധന സാമഗ്രികളുടെയൊക്കെ സഹായത്തോടു കൂടിയായിരിക്കും അവിടെ തെരച്ചിൽ നടക്കുക. ഏറ്റവും പ്രധാനം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു, അത് സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എളുപ്പത്തിൽ മറുകരയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്താൻ കഴിയും. ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാവുകയാണ്. 24 ടൺ ഭാരം വഹിക്കാൻ അതിന് കഴിയും എന്ന് സൈന്യം അറിയിച്ചിരുന്നു. അതിൻ്റെ ബലപരിശോധന പൂർത്തിയായി. കഴിഞ്ഞ മണിക്കൂറുകളിൽ ആദ്യം ആർമി വാഹനവും പിന്നീട് ഒരു മെഡിക്കൽ ആംബുലൻസും ഹെവി ട്രക്കും ഒക്കെ ആ പാലത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചാലിയാറിലും നാളെ തിരച്ചിൽ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചാലിയാറിൻ്റെ തീരത്തേക്ക് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളുടെ കണക്ക് നമുക്ക് മുമ്പിലുണ്ട്. അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അതിൽ പലതും ശരീരഭാഗങ്ങളുമാണ്.